ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അണിയൻ പിക്കിളാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ പഴങ്കഞ്ഞിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ഉള്ളിയാണ്. അപ്പോൾ ഞാൻ വലിയ സവാളയുടെ ചെറുതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതല്ല നമ്മുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കാവുന്നതാണ്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കരുത്, അതിൻ്റെ ചെറുതിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിലൊരു പ്രത്യേക സ്വീറ്റ് ടേസ്റ്റ് കൂടി ഉണ്ടാകും കേട്ടോ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഓരോ ഉള്ളിയും ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 350 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. 2.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. വെള്ളം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കരുത്, മുഴുവൻ കുരുമുളക് തന്നെ ചേർക്കണം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളത്തിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് വെള്ളം ഒന്ന് തിളക്കുകയാണ്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിന് വിനിഗറും കൂടിയാണ്. നമ്മൾ ഈ വിനിഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിന് ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ അധികം നാൾ കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വിനിഗർ ഒന്ന് തിളപ്പിച്ച് വേണം എടുക്കാനായിട്ട്. തിളപ്പിച്ചെടുക്കുമ്പോൾ ആ വിനിഗറിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തൽ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടും. വിനിഗറും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറട്ടെ. അതായത് ചെറിയ ചൂട്, നമ്മൾ കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കുമ്പോഴുള്ള ആ ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടാകുന്നത് വരെ നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം. അതായത് വെള്ളം ഈ തിളയ്ക്കുന്ന ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ ആ തിളച്ച വെള്ളമൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയ ഒരു കുപ്പി എടുക്കണം. അതായത് കുപ്പി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണി എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടാവണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഞാനിപ്പോൾ മീഡിയം സൈസിൽ നിന്ന് ഒരല്പം കൂടി ചെറിയ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി അളവിലുള്ള ബീട്രൂട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് അങ്ങ് കംപ്ലീറ്റ് കൂടുതലായിട്ട് വേണ്ട, എങ്കിൽ പിന്നെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തലുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ ചെറിയ അളവിൽ മാത്രം ബീട്രൂട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരളവിൽ നമ്മുടെ ആ കുപ്പിയുടെ 1/4 ഭാഗത്തോളമാണ് ഞാനിപ്പോൾ നമ്മുടെ ചെറിയുള്ളി നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാന്താരിമുളകാണ് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കാന്താരിമുളക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നിറയാണ് കേട്ടോ കാന്താരിമുളക് എടുത്തിട്ടുള്ളത്. കാന്താരിമുളകിന് പകരം നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ എടുത്തേക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയും വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ കുപ്പിയുടെ അളവിനനുസരിച്ചിട്ട് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ കറുവാപ്പട്ട ചേർത്തിരുന്നില്ലേ, ആ കറുവാപ്പട്ട ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം കുരുമുളകോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ കറുവാപ്പട്ട എടുത്ത് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ആ കറുവാപ്പട്ടയുടെ ഒരു ഫ്ലേവർ നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുത്തൽ ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മൾ കറുവാപ്പട്ടയുടെ ഫ്ലേവർ നമുക്ക് അറിയാവുന്നതാണ്, അതിങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഓരോ ഉള്ളിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു സമയത്ത് എടുത്ത് മാറ്റിയിട്ട് കുരുമുളകോട് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട ഈ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഷേക്ക് ചെയ്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു 1-2 ദിവസം ഇതിങ്ങനെ ഒന്ന് വിടണം കേട്ടോ. ആ 1-2 ദിവസത്തേക്ക് നമ്മളിതിങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും നിൽക്കരുത്. അത്രയും ദിവസം കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഈ മുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ തന്നെ നമ്മുടെ ആ വെള്ളത്തിലുള്ള ആ ഒരു ഫ്ലേവറും ഉപ്പും എല്ലാം ആ ചെറിയ ഷുഗറിന് ആ സ്വീറ്റ്നെസ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നല്ല
ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സാൻഡ്വിച്ചിൻ്റെ കൂടെ നമുക്ക് ആ സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് അരിഞ്ഞു വയ്ക്കാം. ബർഗറിൻ്റെ കൂടെ നമുക്കിത് എടുക്കാം. അത് എന്തിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡിലെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ അണിയൻ പിക്കിൾ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആ ഉള്ളിയുടെ ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ചെറിയൊരു കറുമുറ എന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു സംഭവത്തോട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ 2 ആഴ്ചയൊക്കെയാണ് നമ്മുടെ ഈ അണിയൻ പിക്കിളിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു സമയം എന്ന് പറയുന്നത്. കൂടുതൽ സമയം, അതായത് ഒരു മാസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് വെച്ചിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കേടൊന്നും ആകത്തില്ല കാരണം നമ്മൾ ഇതിലേക്ക് വിനീഗർ അല്പം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേടാകും എന്നുള്ള ഭയം വേണ്ട. അപ്പോൾ ഇതുപോലെ ഉറപ്പായിട്ടും അണിയൻ പിക്കിളൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ? ഉറപ്പായിട്ടും ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.